നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ്. അനിഴം നക്ഷത്രക്കാരുടെ 2026 വർഷം മെയ് 14 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ഭാരതീയ അസ്ട്രോളജി പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇതുമൂലം ഇവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഒരു ഫലമാണ്. അനിഴം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ഇത് അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയങ്ങളിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐക്യതയും ഒക്കെ ഉണ്ടാവുന്നതാണ്. കൂടുതലായിട്ടും ദാമ്പത്യ ഐക്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ സുഖമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അകന്നു കഴിഞ്ഞ ദമ്പതിമാരൊക്കെ ഒന്നുചേരുന്ന ഒരു സമയമാണ്. കൂടാതെ വിവാഹ കാര്യങ്ങളിലുമൊക്കെ ഒരു തീരുമാനമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു തൊഴിലിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ്. സ്വയം തൊഴിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് ബൃഹത്തായിട്ടുള്ള ഒരു വികസന പദ്ധതി തന്നെ നിങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയും അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അവലംബിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആത്മാഭിമാനമൊക്കെ തോന്നാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. തൊഴിലൊക്കെ സഹപ്രവർത്തകരുടെ ഒരു സഹായം മൂലം നിങ്ങൾക്ക് മേലധികാരികളൊക്കെ ഏൽപ്പിച്ച ജോലികളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്തു തീർക്കുവാനും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും ഒക്കെ പുതിയ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ മാറ്റിക്കളയാൻ ഉപകരിക്കുന്നതാണ്. മുൻപ് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിലിലേക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കോ നിങ്ങൾ മാറുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു പരിചയം മൂലം നിങ്ങൾക്ക് അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മാറ്റാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ചില ആളുകളെ കുറിച്ച് അബദ്ധ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ചില സുവ്യക്തമായിട്ടുള്ള രേഖകളൊക്കെ ലഭിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചില സ്രോതസ്സിൽ നിന്നുള്ള വാർത്തകളൊക്കെ ലഭിക്കുന്നതുകൊണ്ട് അവരെ പറ്റിയുള്ള ധാരണകൾ മൊത്തവും നിങ്ങൾ മാറ്റുന്നതാണ്. അതുവരെ ഉണ്ടായിരുന്ന അബദ്ധ ധാരണകളൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൽ ചെറിയ കുറ്റബോധമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരുന്നതൊക്കെ നിങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി അനുഭവത്തിൽ വരുന്നതാണ്. ചില തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന ബോണസ്, അതുപോലെ തന്നെ സാലറിയുടെ വർധനവ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിരവധി കാര്യങ്ങൾ നിങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്തു തീർക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില രേഖകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്നുണ്ട്. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനുള്ള ഇടവരുന്നുണ്ട്. വാഹന ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അന്യദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുവാനും അവരുമായിട്ട് സന്തോഷപരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കീഴ് ജീവനക്കാരുടെ പിൻബലത്തില് പുതിയ കരാറുകളൊക്കെ നിങ്ങൾക്ക് ഒപ്പിടാൻ കഴിയുന്നതാണ്. വിവര സാങ്കേതിക വിദ്യയിലൊക്കെ പുതിയ കണ്ടെത്തലുകൾക്കൊക്കെ നിങ്ങൾ സാക്ഷിയാകുന്ന ഒരു സമയം കൂടിയാണ്. ചില നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നതാണ്. നിങ്ങൾ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തില് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. മുൻപുണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നമൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. രോഗപീഠകളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടാണ് കൂടുതൽ നേട്ടങ്ങൾ ഈ സമയത്ത് കാണുന്നത്. തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കാണുന്നുണ്ട്. കുറെ ആളുകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ സമയത്ത്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുശല്യം തീരെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഒരു പ്രത്യേകത. പൊതുവായിട്ടൊരു ഫലം എടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത്. വലിയ കോട്ടങ്ങളൊന്നും കാണുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ വരുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് മുതലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.